കേരളത്തിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആദ്യം 7 പേരാണ് മരിച്ചത്. പിന്നീടത് മരണസംഖ്യ 10ലേക്ക് എത്തുകയായിരുന്നു. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഡ്രൈവറും കൂടെയായി 9 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. വാൽപ്പാറയിലെ 13ാം മൈൽ ഹെയർപിന്നിലാണ് ഈ ഒരു അപകടമുണ്ടായത്. വാഹനം പൂർണ്ണമായിട്ടും നശിച്ചു. അതുപോലെ തന്നെ കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. 800 അടി താഴ്ചയിലാക്കാണ് ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനമൊക്കെ ആദ്യം വൈകിയായിരുന്നു തുടർന്നത്. പിന്നെ വളരെ വലിയ ഒരു ഇടപെടലിനെ തുടർന്ന് എല്ലാം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. 9ാം വളവിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഇതിൽ മരിച്ചത് മലപ്പുറം സ്വദേശികളാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഏറെയുണ്ട്. കാരണം ബാക്കി 3 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാരണം ആദ്യ സമയങ്ങളിൽ പാറക്കെട്ടുകൾക്കിടയിലേക്കാണ് ഈ ഒരു വാഹനം മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളൊക്കെ പുറത്തെടുക്കുന്നത് വളരെ ദുഷ്കരമാണെന്നാണ് ആദ്യം പറഞ്ഞത്. നമുക്കറിയാം, അവധി ദിവസത്തിൽ സഹപ്രവർത്തകർ, കുട്ടികളൊക്കെ ഇവരെല്ലാവരും കൂടി വളരെ ഒരു സന്തോഷത്തോടെ ഒരു വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടത്. ആരൊക്കെയാണ് മരിച്ചത് എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് വൈകിട്ട് 5:30 ഈ അപകടം നടന്നത് എന്ന പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഡ്രൈവറും 2 കുട്ടികളും ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. അതോടൊപ്പം തന്നെ 9 അധ്യാപകരും ഒരു കുട്ടിയുമാണ് മരിച്ചിട്ടുള്ളത്. ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രാഥമികമായി വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നാളെ മൃതദേഹങ്ങൾ ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. 13 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 9 പേരും അധ്യാപകരും ഒരു ഡ്രൈവറും 3 കുട്ടികളുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ.